ആരെയും കൊടുത്താൽ മതി. ആരെ കൊടുത്തു? ആളെ കൊടുത്തു. ആരെ കൊടുത്തു? അങ്ങോട്ട് കേറിയില്ലേ? ഇതുപോലൊരു യുവജന വഞ്ചന കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ PSCയെ പിൻവാതിൽ സർവീസ് കമ്മീഷനായി മാറ്റിയിരിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കൊള്ളയടിക്കുന്ന സംഘമായി PSCയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ രീതിയിലുള്ള തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി പത്രമാധ്യമങ്ങൾ വായിച്ചാൽ എല്ലാവരും ഞെട്ടിക്കുകയാണ്. ഇത്രയും വലിയ അക്രമം ഇതിനകത്ത് നടക്കുമോ എന്ന് സംശയിക്കുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള തട്ടിപ്പാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഞെട്ടിപ്പോട് കൂടിയാണ് കേരളത്തിലെ യുവജനത അത് കാണുന്നത്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ, അതായത് ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് PSC എന്താണ് മാർക്ക് പോലും മൂല്യനിർണ്ണയം നടത്താതെ മുന്നോട്ട് പോവുകയാണ്. ഇത്തക്കാർക്ക് കിട്ടുന്ന മതിയായ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മാർക്കിന്റെ മൂല്യനിർണ്ണയം നടത്താതെ അവർ ഇത്തക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി ആസൂത്രണ ബോർഡ് ചീഫിൽ വലിയ അഴിമതി ക്രമക്കേടും PSCയുടെ നേതൃത്വത്തിൽ നടന്നു. അത് ഒന്നാമത്തെ തട്ടിപ്പ്. രണ്ടാമത്തെ രീതി എന്താണ്? നമുക്കറിയാം, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ, അതുപോലെ തന്നെ റിസർച്ച് ഓഫീസിന്റെ പരീക്ഷയിൽ നടന്ന ക്രമക്കേട് എന്താണ്?
ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ മാത്രമാണ് ഈ സിലബസിനെ കുറിച്ച് അറിയുന്നത്. മുൻകൂട്ടി സിലബസ് അറിയിക്കണമെന്നുള്ള ആ നിയമം പോലും ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. വെബ്സൈറ്റിൽ ഒരു സിലബസ് ഇടുന്നു, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആശങ്കയോടുകൂടി അതിനെ കാണുന്നു. എന്നിട്ട് ഈ സിലബസ് ആർക്കാണ് ചോർത്തി കൊടുക്കുന്നത്? ഈ PSC ചെയർമാനും കൺട്രോളർക്കും ആവശ്യമുള്ള ഇഷ്ടക്കാർക്ക് ചോർത്തി നൽകുന്നു, പാർട്ടിക്കാർക്ക് ചോർത്തി നൽകുന്നു. ആ സിലബസിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നവർ വലിയ മാർക്ക് മേടിക്കുന്നു. അവർക്ക് നിയമനം ലഭിക്കുന്ന രീതിയിലുള്ള സിലബസ് തട്ടിപ്പ് നടത്തുന്ന രണ്ടാമത്തെ തട്ടിപ്പ് ഇതിനകത്ത് നടന്നു. എന്താണ് മൂന്നാമത്തെ തട്ടിപ്പ്? KS പരീക്ഷയിൽ എന്താണ് കണ്ടത്? ഇവിടെ ഉത്തരക്കടലാസിന്റെ അല്ലെങ്കിൽ ഇതുപോലെ എഴുത്തു പരീക്ഷയുടെ മാർക്ക് ഇന്റർവ്യൂ ബോർഡിന് ഈ PSC ചെയർമാൻ അടക്കമുള്ള ആളുകൾ ചോർത്തി കൊടുക്കുകയാണ്. അതിന്റെ തട്ടിപ്പ് എന്താണ്? മാർക്ക് കുറഞ്ഞ ആൾക്ക് അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് കൊടുത്ത് അവർക്ക് ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള മൂന്നാമത്തെ തട്ടിപ്പ് രീതിയാണ് ആ ഇന്റർവ്യൂ ബോർഡിലേക്ക് എഴുത്തു പരീക്ഷയുടെ മാർക്ക് ചോർത്തി കൊടുക്കുന്ന KS അടക്കമുള്ള പരീക്ഷകൾ നമ്മൾ കണ്ടത്. നാലാമത്തെ തട്ടിപ്പ് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം കുഫോസ്, ഇന്നലെയാണ് ആ തട്ടിപ്പ് പുറത്തു വന്നത്. കുഫോസിൽ നിയമനം നൽകിയ നമ്മളെല്ലാവരും കണ്ടില്ലേ? എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നിയമനത്തിൽ 44 പേരെയാണ് PSC വഴി നിയമിച്ചത്. ആ 44 പേരിൽ 38 പേരും കുഫോസ് സർവകലാശാലയുടെ വിദ്യാർത്ഥികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുഫോസ് ആണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ കുഫോസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ എഴുത്തു പരീക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. കുഫോസിന്റെ അധ്യാപകരാണ് ഇവിടെ ഇന്റർവ്യൂ നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് PSC എന്നുള്ള ന്യായമായ ചോദ്യം ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്. അവിടെ കുഫോസ് ചോദ്യം തയ്യാറാക്കുന്നു, ചോർത്തി കൊടുക്കുന്നു. എഴുത്തു പരീക്ഷയ്ക്ക് കുഫോസിന്റെ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നു, ഇന്റർവ്യൂവിൽ കുഫോസിന്റെ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് കുഫോസിലടക്കം നടന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആസൂത്രണ ബോർഡിന്റെ ചീഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് 220 പേരാണ് ആ പരീക്ഷയിൽ പങ്കെടുത്തത്. കേവലം 220 പേർ പങ്കെടുക്കുന്ന പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത രീതിയിൽ ഈ PSC മാറിയിരിക്കണം. പിന്നെ എങ്ങനെയാണ് 10,000 വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ വളരെ സുതാര്യമായി നിയമപരമായി അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ നടത്തുന്നത് എന്ന ന്യായമായ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ തട്ടിപ്പുകൾ കഴിഞ്ഞ ദിവസമാണ് മുമ്പോട്ട് വന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഇതിന് മുമ്പേ ഈ അധികാരത്തിൽ LDF വന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ അഴിമതി നടന്നു. നമുക്കറിയാം, സിവിൽ പോലീസ് ഓഫീസർ നിയമനത്തിൽ ശിവരഞ്ജിത്തും നസീമും 1ഉം 2ഉം റാങ്കാണ് കിട്ടിയത്. അവിടെ LDF ഭരിക്കുന്ന സമയത്താണ് SFIക്കാരായ 2 പേർക്ക് 1ഉം 2ഉം മാർക്ക് കിട്ടിയത്. ഇപ്പൊ തട്ടിപ്പ് നടത്തി എന്നുള്ളതിൽ വലിയ അത്ഭുതമില്ല. ശിവരഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഞെട്ടിയത്. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ് PSCയുടെ ഉത്തരക്കടലാസ് കണ്ടെത്തുന്നത്. ആ ഉത്തരക്കടലാസ് ആര് കൊടുത്തു? PSCയുടെ ഏത് ഉദ്യോഗസ്ഥനാണ് ആ കടലാസ് കൈമാറിയത്? ഒരന്വേഷണം ഇതുവരെ കേരളത്തിലെ ഇടതുപക്ഷം പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? ആ ഉത്തരക്കടലാസ് ചോർത്തി കൊടുത്ത ഏതെങ്കിലും ഒരു PSC മെമ്പർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥനാണ് അത് കണ്ടെത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഒരുമില്ല. ആ നസീം അടക്കമുള്ള ശിവരഞ്ജിത്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ ഇതുവരെ ഒരു നിയമ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാവിലെ മാതൃഭൂമിയിൽ പുറത്തുവന്നൊരു വാർത്തയുണ്ട്. എന്താണ്? ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനം നടക്കുകയാണ്. PSC പറയുന്നത് 2 വർഷത്തെ പ്രവർത്തന പരിചയം വേണമെന്നാണ് PSC പറയുന്നത്. ഈ സർക്കാർ PRDയുടെ ഡയറക്ടർ പറയുകയാണ് അങ്ങനെയൊന്നും കുഴപ്പമില്ല, ആ PSC ചോദിക്കുന്നത് പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വിതരണം ചെയ്തോ എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കാരും കൂടെ ചേർന്ന് PSCയെ ഇല്ലാതാക്കുകയാണ്. നേരത്തെ ശിവരഞ്ജിത്തിനും നസീമിനെയും സർക്കാർ സഹായിച്ചതുപോലെ ഇന്നലെ PRDയിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടന്ന നിയമനത്തിൽ സർക്കാർ നേരിട്ട് സഹായിക്കുകയാണ്. ഇനി അതിനേക്കാൾ വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇപ്പം PSC വലിയ കമ്മീഷനാണ്, ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന് വലിയ സംവിധാനമുണ്ട്. ഇത്തരമൊരു തട്ടിപ്പ് നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടതും പ്രതിരോധിക്കേണ്ടതും PSC ആണ്. PSC ആണോ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റ് പരീക്ഷയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഒരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന ആസൂത്രണ ബോർഡിന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് മറ്റൊരു വിദ്യാർത്ഥിയാണ്. വിവരാവകാശ രേഖ പ്രകാരം ഉത്തരക്കടലാസ് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ വലിയ അഴിമതി പുറത്തു വന്നത്. അപ്പൊ PSCയും കമ്മീഷനും അല്ലെങ്കിൽ ഇതുപോലെ എക്സാമിനേഷൻ കൺട്രോളറും ഒന്നും യാതൊരു രീതിയിലുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ മാന്യമായ അന്വേഷണമാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്തുള്ള ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തെ അതുപോലും മതിയല്ല, അതുപോലും തൃപ്തികരമല്ല എന്ന അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. ഇതിനകത്തുള്ള ആഭ്യന്തര ഇന്റലിജൻസ് സുതാര്യമായി അന്വേഷിക്കില്ല എന്നുള്ള അല്ലെങ്കിൽ ഉത്തമമായ ബോധ്യം യൂത്ത് കോൺഗ്രസിനുണ്ട്. പക്ഷെ അതിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് പരീക്ഷാ കൺട്രോളർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പരീക്ഷാ നടത്തിപ്പിലാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത്, പരീക്ഷ നടത്തിപ്പിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ പരീക്ഷ നടത്തിപ്പുകാരനെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കുറ്റക്കാരന്റെ കയ്യിൽ, കുറ്റവാളിയുടെ കയ്യിൽ, കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ് പരീക്ഷാ കൺട്രോളർക്ക് ഇവിടെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അങ്ങനെ പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം നടത്താനുള്ള ഒരു അധികാരവുമില്ല. പരീക്ഷാ കൺട്രോളറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏതെങ്കിലും
അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം നടന്നാൽ നടപടിയെടുക്കാം. അതല്ലാതെ അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ അഴിമതി നടന്നപ്പോൾ ആ അഴിമതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ PSC ചെയർമാൻ അല്ലെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ആളുകളെയാണ്. അപ്പോൾ വലിയ അഴിമതി ഇതിനകത്ത് നടത്തിയിരിക്കുകയാണ്. PSC എന്ന് പറയുന്നത് സുതാര്യമായി നിയമനം നടത്തേണ്ട സ്ഥാപനമാണ്. ഇന്ന് PSCക്കകത്ത് പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ PSC ചെയർമാന്റെ ഡ്രൈവറിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയിരിക്കുകയാണ്. ഇവിടെ ദേശാഭിമാനി പത്രത്തിൽ പ്രവർത്തിക്കുന്ന ഏമാമാർക്ക് ജോലി നൽകിയിരിക്കുകയാണ്. ഇപ്പൊ PSC പോലും പിൻവാതിൽ നിയമനം നടത്തുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരത്തിൽ ജനങ്ങളെ അതുപോലെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ PSC ചെയർമാനും കൺട്രോളറും ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോയാൽ വെറുതെ യൂത്ത് കോൺഗ്രസ് നോക്കിയിട്ടില്ല. നമുക്കറിയാം സർക്കാരിന് നിരവധിയായിട്ടുള്ള പരിമിതികളുണ്ട്, നമുക്കറിയാം. അതുപോലെ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളുണ്ട്, അത് അവരെ സഹായിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഭരണഘടനാപരമായിട്ടുള്ള കവചം സംരക്ഷണം അവർക്കുണ്ട്. അതെല്ലാം ഈ ഗേറ്റിനകത്താണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗേറ്റ് വിട്ട് ഈ ഏമാമാൻ പുറത്തിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് ചെരുപ്പ് കൊണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തർക്കവുമില്ല. 4 ലക്ഷം രൂപയാണ് PSC ചെയർമാൻ ശമ്പളമായി കൊടുക്കുന്നത്. എന്തിനാണ് ആ ശമ്പളം കൊടുക്കുന്നത്? ഒരു പാവപ്പെട്ടവന്റെ അർഹതപ്പെട്ട ജോലി ഒരുത്തനും തട്ടിയെടുക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത്രയധികം ശമ്പളം ഈ ഏമാമാർക്ക് കൊടുക്കുന്നത്. അവർ സഞ്ചരിക്കുന്നത് ശീതീകരിച്ച കാറിലാണ്, ശീതീകരിച്ച റൂമിലാണ്. അവർക്ക് 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. ഒരാൾ പോലും തട്ടിപ്പ് നടത്താൻ പാടില്ല, ഒരാൾക്ക് പോലും അർഹതപ്പെട്ട ജോലി ഒരുവനും തട്ടിയെടുക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? മുഴുവൻ തട്ടിപ്പിനും കൂട്ടി നിൽക്കുന്നത് ആരാണ്? PSCയുടെ ചെയർമാനാണ്, ഇവിടുത്തെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആണ്. പിന്നെ സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, അവരെ തെരുവിൽ നേരിടാൻ ഈ കോൺഗ്രസ് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ സംരക്ഷണത്തിന്റെ അഹങ്കാരത്തിൽ ഞങ്ങളെ ഒന്നും ചെയ്യില്ല, ഞങ്ങളുടെ ഭരണഘടനാപരമായ സ്ഥാപനമാണ്, ഞങ്ങൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ പറ്റും എന്ന തോന്നലാണ് ഈ ഏമാമാർക്കുണ്ടെങ്കിൽ അവർ ഇതിന്റെ പുറത്തേക്ക് കടക്കില്ല എന്ന് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഈ ചെയർമാനെ നമ്മൾ പുറത്തിറങ്ങാൻ ഇനി അനുവദിക്കില്ല. ചെയർമാൻ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തീരുമാനിച്ചതാണ്. അതുവരെ നമ്മളിവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതായിട്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ഇന്ന് പ്രത്യേകമാണ്. വിദ്യാർത്ഥികളെ വഞ്ചിച്ചോരൂ, വിദ്യാർത്ഥികളെ വഞ്ചിച്ചോരൂ, PSC ചെയർമാന്, PSC ചെയർമാന്, വൈ വൈ രാജീവൻ, വൈ വൈ രാജീവൻ, രാജ് നിങ്ങൾ വച്ചില്ലേ, രാജ് നിങ്ങൾ വെട്ടിക്കൂ, പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ലക്ഷം കോഴകൾ വാങ്ങി, ലക്ഷം കോഴകൾ വാങ്ങി, വിദ്യാർത്ഥികളെ വഞ്ചിച്ച PSC ചെയർമാന്, വൈ വൈ രാജീവൻ, പ്രതിഷേധം
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.